മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പലപ്പോഴും ആ പ്രവാചകനെ പലരും മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം മുസ്ലിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ അറബികളുടെ കേവലം ഒരു പരിഷ്കർത്താവ് എന്ന അർത്ഥത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ കേവലം ഒരു നേതാവ്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഈ ലോകത്തിലേക്ക്, ലോകത്തെ സകല മനുഷ്യർക്കും സത്യത്തിന്റെ മാർഗം കാണിച്ചു തരാൻ, സ്വർഗത്തേക്കുള്ള മാർഗം കാണിച്ചു തരാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകുവാൻ വേണ്ടി ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ട്, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ട് പ്രവാചകനെ നിയോഗിച്ചു എന്ന് ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 107-ാമത്തെ വചനത്തിലും, അതോടൊപ്പം തന്നെ സ്വർഗത്തെക്കുറിച്ച് താക്കീത് നൽകുവാനും, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാനും, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുവാനും വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിച്ചത് എന്ന് ഖുർആൻ 34-ാം അധ്യായം സൂറത്തുൽ സബഇന്റെ 28-ാമത്തെ വചനത്തിലും പഠിപ്പിക്കുന്നു. ആ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഖുർആൻ 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ നൽകുന്ന വിശദീകരണം, വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, താങ്കൾ അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഏറ്റവും മാതൃകയുണ്ട്, ഏറ്റവും അനുപമമായ മാതൃകയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനോ അതല്ലെങ്കിൽ കേവലം കാട്ടറബികൾക്ക് മാത്രം മാർഗദർശനം നൽകാനോ കടന്നു വന്ന വ്യക്തിത്വമല്ല, മറിച്ച് ലോകത്തേക്ക് സെട്ടാവായ പടച്ചറബ് നിയോഗിച്ച, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ പടച്ചറബ് നിയോഗിച്ച, നരകത്തെക്കുറിച്ച് താക്കീത് നൽകാൻ പടച്ചറബ് നിയോഗിച്ച, ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരുടെ കൂട്ടത്തിലെയും അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത്തെ വചനത്തിൽ, അതെ, ഇനി ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇല്ല എന്ന് ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ആ പ്രവാചകൻ ഒരർത്ഥത്തിലും തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്ക് ആവേശമോ പ്രചോദനമോ നൽകിയിട്ടില്ല. വർഗീയവാദ ചിന്തകൾക്ക് ആവേശവും പ്രചോദനവും നൽകുന്ന ഒരു ഉപദേശവും ആ പ്രവാചകന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷെ പലപ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ കേവലം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എഴുതിയ കേവലമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാചകനെ തെറ്റിദ്ധരിക്കുന്ന, പ്രവാചകനെ തെറ്റായി മനസ്സിലാക്കുന്ന, പ്രവാചകന്റെ ആ വല്ലാത്ത ഉന്നതമായ വ്യക്തിത്വത്തെ ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ. ഫികുല്ലി കബിദിൻ റതുബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള ഏതൊരു ജന്തുവിനോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ നിന്ന് കരുണയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവാചകന്റെ ജീവിതത്തെ നേർക്കുനേരെ വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പച്ചയായ സത്യമാണത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി പറഞ്ഞത്, ഞാൻ മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിന്റെ 2 വാള്യം ഞാൻ വായിച്ചു. ആ 2-ാം വാള്യത്തിന്റെ അവസാനത്തെ പേജും വായിച്ചു തീർന്നപ്പോ എന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. ഇനിയും ആ മഹാപ്രവാചകനെ കുറിച്ച് വായിക്കാൻ എനിക്ക് പേജുകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നേർക്കുനേരെ പ്രവാചകന്റെ ജീവിതത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പച്ചയായ സത്യമാണ്, നന്മയുടെ, സത്യത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഏറ്റവും ശക്തമായി വർഗീയ ചിന്തകൾക്കെതിരെ പ്രതികരിച്ച, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകൾക്കെതിരെ പ്രതികരിച്ച ഒരു ചരിത്ര പുരുഷനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലല്ലാതെ മറ്റാരിലാണ് നമുക്ക് കാണാൻ കഴിയുക? വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കോപിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ വാളെടുക്കുന്നവൻ, ആ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവൻ, അവന്റെ മരണം ജാഹിലിയ മരണമാണ്, അതല്ലെങ്കിൽ മുസ്ലിമായി കൊണ്ടല്ല അവന്റെ മരണം എന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വർഗീയവാദ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കുമെതിരെ കൃത്യമായി ശക്തമായി പ്രതികരിച്ച, ബോധവൽക്കരണം നടത്തിയ ഒരു നൂറ്റാണ്ടിനെ, അതല്ലെങ്കിൽ ഇന്നും പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ എവിടെ?
ആ പ്രവാചകൻ അങ്ങനെ വർഗീയവാദത്തിന്റെ അതല്ലെങ്കിൽ വികൃതമായ തീവ്രവാദത്തിന്റെ പ്രചാരകനും പ്രവാചകനുമാകും ഒരിക്കലുമില്ല. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലൂടെയും ആ വിശുദ്ധ ഖുർആനെ സ്വന്തം ജീവിതത്തിലൂടെ വിശദീകരിച്ച റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്നും ആ പ്രവാചകനെ വായിക്കാനും പഠിക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് താല്പര്യപ്പെടുകയാണ് ഇവിടെ. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥം, കേവലം ഒരു അറബി കിതാബ്, കേവലം ഒരു അറബി പുസ്തകമായി നോക്കിക്കാണുന്ന ആളുകൾ. അങ്ങനെയല്ല. ഖുർആനിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ലോകങ്ങളുടെ നാഥൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ 2-ാം അധ്യായം ബഖറയിലെ 285-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിനെ സ്രഷ്ടാവ് പരിചയപ്പെടുത്തുന്നത് ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. മനുഷ്യരായി ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഗ്രന്ഥം ഖുർആൻ, നേരായ ചൊവ്വായ വഴിയിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന ഗ്രന്ഥം. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠമായ മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ മാനവരാശിയെ നന്മയിലേക്കും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും സർവോപരി മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നു. തിന്മയുടെ നാശത്തിന്റെ നരകത്തിന്റെ മാർഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ആ രംഗത്ത് നിന്ന് തെന്നിമാറി സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. നൂറ്റാണ്ടുകളേറെയായി ആ ഖുർആൻ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്നു. നിരവധി ഇടങ്ങളിൽ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഏത് ഗ്രന്ഥവും വായിച്ചു നോക്കാം, പഠിച്ചു നോക്കാം. ഖുർആൻ 26-ാം അധ്യായം സൂറത്തുൽ ശുഅറയുടെ 192-ാമത്തെ വചനം, വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ, അതേപോലെ ഖുർആൻ 40-ാം അധ്യായം ഗാഫിറിന്റെ തുടക്കത്തിൽ, 41-ാം അധ്യായം ഫുസ്സിലത്തിന്റെ തുടക്കത്തിൽ, ഖുർആനിലെ 45-ാം അധ്യായം സൂറത്ത് ജാതിയുടെ തുടക്കത്തിൽ എല്ലാം സട്ടാവിൽ നിന്നും അവതരിക്കപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥം ലോകാവസാനം വരെ നിലനിൽക്കും. എന്നാൽ ആ ഗ്രന്ഥത്തിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാകട്ടെ അവയുടെ സംരക്ഷണ ചുമതല അതത് ജനതകളെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും സ്വാർത്ഥ താല്പര്യങ്ങളും തങ്ങളുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വാഭാവികമായും ആ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്താൻ മുൻഗാമികൾക്ക് പ്രേരണ നൽകി. അതുകൊണ്ട് തന്നെ വികലമാക്കപ്പെട്ട ആശയങ്ങളായി അത് പോയി. എന്നാൽ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണ ചുമതല മുസ്ലിം സമൂഹത്തെ സർട്ടാവ് ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും വിഭാഗത്തെയോ വർഗത്തെയോ സമൂഹത്തെയോ ഗോത്രത്തെയോ ഏൽപ്പിച്ചില്ല. മറിച്ച് സർട്ടാവ് തന്നെ അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. അതെ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ 15-ാം അധ്യായം ഹിജ്റിന്റെ 9-ാമത്തെ വചനം. ഇത് സർട്ടാവായ പടച്ച റബ്ബ് തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നു. ആ ഖുർആനിൽ ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ ന്യൂനതകളോ പോരായ്മകളോ നമുക്ക് വായിക്കാൻ കഴിയണില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു 4-ാം അധ്യായം നിസാഇന്റെ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് പഠിക്കണില്ലേ, വായിക്കണില്ലേ, ചിന്തിക്കുന്നില്ലേ? ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇല്ല. സട്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മാനവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം. ആ വിശുദ്ധ ഖുർആനിനെ നിരോധിക്കണമെന്നുള്ള വാദങ്ങളും ചിന്തകളും പലരും പറയുമ്പോൾ വിശുദ്ധ ഖുർആനെ നേർക്കുനേരെ വായിക്കുന്ന ഖുർആനിന്റെ വചനങ്ങളുടെ താളുകളെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുടെ ആ തലങ്ങളിലേക്ക് തുറന്ന മനസ്സുമായി കാലെടുത്തു വെക്കാൻ തയ്യാറാകുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യം, ഖുർആൻ അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എന്നും നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന, സകലവിധ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, മാനവരാശിയെ നവജീവ ചൈതന്യത്തിലേക്കും മോക്ഷത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രജ്വല പ്രകാശമായ ദൈവിക ഗ്രന്ഥം. ഇത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതി ലോകത്തിനായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഒരിക്കലും ഈ ഗ്രന്ഥം തീവ്രവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നില്ല, ഭീകരവാദ ആശയങ്ങൾക്ക് പ്രചോദനം നൽകുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ്. ലോകത്ത് ഏതു മതമുണ്ട് അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതം? അങ്ങനെ ഒരു ആശയത്തെ, ഒരു മതത്തെ, ദർശനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന്റെ വക്താക്കൾക്ക് എങ്ങനെ ഭീകരവാദികളാകാനാവും? മാത്രമല്ല, പരസ്പരം കണ്ടുമുട്ടിയൽ വരെ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്യാൻ വിധിക്കപ്പെട്ട നിങ്ങൾക്ക് സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ, വ അലൈക്കും അസ്സലാം തിരിച്ചും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട ഒരു മതസമൂഹം ലോകത്ത് എവിടെയാണുള്ളത്? ആ ഒരു മതസമൂഹത്തിന് എങ്ങനെ ഭീകരവാദ തീവ്രവാദ ചിന്തകൾക്ക് ആവേശവും പ്രചോദനവും നൽകാനാവും? ഒരിക്കലുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്,
ദിനം 5 നേരവും ഓരോ നേരത്തെ നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് ഒരു മുസ്ലിമിന് വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പ്രാർത്ഥിക്കാതെ ഒരു നിർബന്ധ നമസ്കാരത്തിന് വിരമിക്കാൻ ഒരു മുസ്ലിമിനാവില്ല, സെട്ടാവില്ല എന്നുള്ള ശാന്തിയും സമാധാനം